ശ്രീ എം സുരാജ്, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI ചാൻസലർക്കെതിരെ കടന്നുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിൽ സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്ന രീതിയിൽ അത്രയ്ക്ക് വലിയൊരു സമരത്തിനാണ് SFIയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. പക്ഷെ അപ്പോഴും ഇന്നലെ ഗവർണർ പ്രതികരിച്ചപ്പോഴും ഇന്ന് ഗവർണറുടെ ശരീരഭാഷയിലും നിങ്ങൾ ആരാണ് എനിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്ന രീതിയിലാണ് ഗവർണറുടെ വാക്കുകളും പ്രവൃത്തിയും എല്ലാം മുന്നോട്ട് പോകുന്നത്. വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ നീങ്ങുകയാണല്ലേ SFI? SFIയെ സംബന്ധിച്ചിടത്തോളം SFIയുടെ സമരചരിത്രത്തിൽ എക്കാലത്തും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മാതൃകാപരമായ പ്രതിഷേധവും സമരവുമാണിത്. ഞാനങ്ങനെ പറയാൻ കാരണം ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച വസ്തുതകളും പരിശോധിച്ചാൽ ആർക്കും SFIയെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അത് ചാൻസലർ എന്ന നിലയിലാണ്. ഗവർണറെ ചാൻസലർ ആക്കിയത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേരളത്തിന്റെ നിയമസഭയാണ്. ആ അവകാശം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ നാമനിർദ്ദേശം ചെയ്യാനൊന്നും പറ്റില്ല. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ള ഏറ്റവും സമർത്ഥരും പ്രതിഭാശാലികളും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരുമായ വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത്. ആ പട്ടിക യൂണിവേഴ്സിറ്റിയാണ് ഗവർണർക്ക് കൊടുക്കുക. ആ പട്ടികയിൽ നിന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ടത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി RSS ഓഫീസിൽ നിന്നും കൊടുത്ത പട്ടിക അനുസരിച്ച് ABVPയുടെ ഭാരവാഹികളെയും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കൊലയാളിയുടെ ഭാര്യയെയും ഒക്കെ RSSന്റെ താല്പര്യമനുസരിച്ച് ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഇത് സർവകലാശാലയുടെ ഇതുവരെയുള്ള ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്നതാണ്. അതിനെയാണ് SFI ചോദ്യം ചെയ്തത്. കേരളത്തിലെ സർവകലാശാല സമിതികളുടെ ജനാധിപത്യ സ്വഭാവത്തെ, അതിന്റെ നിലവാരത്തെ തകർത്ത് RSS ക്രിമിനലുകളെ ഗവർണർ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അത് ചോദ്യം ചെയ്തതാണ് SFI. ആർക്കും SFIയെ കുറ്റപ്പെടുത്താനാവില്ല. ആ സമരമാവട്ടെ അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ബാനർ പ്രദർശിപ്പിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് ആ സമരം അവർ നടത്തിയത്. അവർ കല്ലെറിഞ്ഞിട്ടില്ല, അവർ തീ വെച്ചിട്ടില്ല, അവർ തെറി വിളിച്ചിട്ടില്ല. പക്ഷേ ഗവർണറോ ഭരണഘടനയെക്കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണ പോലും ഈ ഗവർണർക്കില്ല എന്ന് വേണം സംശയിക്കാൻ. കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശം, ബാനർ പിടിക്കാനുള്ള അവകാശം, അഭിപ്രായ പ്രകടനം, സമരം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്, ഒരു പൗരന്റെ അവകാശമാണ്. ആ അവകാശം വിനിയോഗിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ ഇദ്ദേഹത്തിന് ബാനർ നീക്കം ചെയ്യണം. അദ്ദേഹം ബാനർ കാണുമ്പോൾ കോപാകുലനാവുന്നു, അദ്ദേഹം തെറി വിളിക്കുന്നു, അദ്ദേഹം ശകാരിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്? സമനില തെറ്റിയ ഒരു ഗവർണറെയാണ് ഇന്ന് കേരളം കാണുന്നത്. കേരളം ഇദ്ദേഹത്തെ കുറിച്ചോർത്ത് ലജ്ജിക്കേണ്ട സമയമാണിത്. പക്ഷെ അപ്പോഴും കെട്ടിയ ബാനർ പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ആക്ഷേപിച്ച് കൂടെ നിന്ന് അഴിപ്പിക്കുകയാണ് ഒരു ഗവർണർ. എവിടെ എത്തിയെന്ന് നോക്കണം. പക്ഷെ SFI അപ്പോഴും വീണ്ടും ബാനർ കെട്ടുന്നു, അവർ മുദ്രാവാക്യങ്ങൾ എഴുതുന്നു, അവർ പ്രകടനം നടത്തുന്നു. അവർ ചരിത്രത്തിൽ ഒരു പക്ഷേ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മാതൃകയാക്കേണ്ട സമരമാണിത്. പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ ഗവർണർ ശ്രമിക്കുമ്പോഴും പ്രകോപനത്തിൽ വീഴാതെ എന്നാൽ ശക്തമായി പ്രതിഷേധിച്ച് ജനാധിപത്യ അവകാശം ഉയർത്തിപ്പിടിച്ച് അന്തസ്സുറ്റ പ്രതിഷേധം എങ്ങനെയാണ്, ഏറ്റവും മാന്യമായ പ്രതിഷേധം എങ്ങനെയാണ് എന്ന് SFI കാണിക്കുകയാണ്. ഗവർണർ SFIയെ കണ്ടു പഠിക്കുകയാണ് വേണ്ടത്. നിലതെറ്റി തെറി വിളിക്കുകയും ആക്രോശിക്കുകയും ഏകാധിപതിയെ പോലെ ബാനറുകൾ നീക്കം ചെയ്യാൻ ആക്രോശിക്കുകയും ചെയ്യുന്ന ഗവർണർക്ക് സദ്ബുദ്ധി, ഈ സമരം ചെയ്യുന്ന കുട്ടികളെ കണ്ട് സദ്ബുദ്ധി ഉണ്ടാകുകയാണ് വേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം സുരാജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.